സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചിത്രത്തിൽ അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ പ്രക്രിയകളാണ് കാണിച്ചിട്ടുള്ളത്. ദ ഹീറ്റ് ട്രാൻസ്ഫറിംഗ് പ്രോസസ്സസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇവിടെ 4 പ്രക്രിയകളാണ് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം. അതിന് ഇംഗ്ലീഷിലേക്ക് വന്നാൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ചിത്രം 1 കണ്ടക്ഷനാണ്. എന്താണ് കണ്ടക്ഷൻ? ഇൻസുലേഷൻ, അതാ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന പ്രകാശകിരണങ്ങൾ. ഇത് ഷോർട്ട് വേവ്സ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഹ്രസ്വതരംഗ രൂപത്തിൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണം ഭൗമോപരിതലത്തെ ആദ്യം ചൂടുപിടിപ്പിക്കും. അങ്ങനെ ഭൗമോപരിതലത്തിൽ സ്വീകരിക്കപ്പെട്ട താപത്തെ ഭൗമോപരിതലത്തോട് തൊട്ടു നിൽക്കുന്ന വായുവിനെ ചൂടാക്കും. ഈ പ്രക്രിയയാണ് നമ്മൾ താപചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണം ഭൗമോ ഉപരിതലത്തെ ചൂടുപിടിപ്പിക്കുന്നു. ചൂടുപിടിച്ച ഭൗമോപരിതലം ആ ചൂടിനെ ഭൗമോപരിതലത്തെ തൊട്ടു നിൽക്കുന്ന വായുവിനെ ചൂടാക്കുന്നു. അതാണ് ഇവിടെ കാണുന്ന ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്ഷൻ അഥവാ താപചാലനം എന്ന് പറയുന്നത്. ഈ 2ാം ചിത്രത്തിലേക്ക് വരാം. ഇത് സംവഹനം അഥവാ കൺവെക്ഷൻ. ഇവിടെ നടക്കുന്നത് താപചാലനം വഴി ചൂടുപിടിക്കുന്ന വായു അഥവാ കണ്ടക്ഷൻ വഴി ചൂടുപിടിക്കുന്ന വായു മുകളിലേക്ക് സഞ്ചരിക്കുന്നു. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ ചൂടുപിടിച്ച വായു അത് സാന്ദ്രത കുറഞ്ഞ് അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിലേക്ക് സഞ്ചരിക്കുക. അങ്ങനെ ചൂട് മുകളിലേക്ക് വ്യാപിക്കുന്നൊരു പ്രക്രിയയാണ്. ഇവിടെ ഒരു കാര്യം ഉണ്ട്. തണുത്ത വായു താഴേക്ക് വരും. അത് ഭൗമോപരിതലത്തിൽ വരികയും അത് ചൂടുപിടിച്ച് വീണ്ടും മുകളിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ താപം മുകളിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് സംവഹനം അഥവാ കൺവെക്ഷൻ. ഇനി 3ാമത്തെ പ്രക്രിയയിലേക്ക് വരാം. അഭിവഹനം അഥവാ അഡ്വെക്ഷൻ. എന്താണ് ഈ അഡ്വെക്ഷൻ? തിരശ്ചീന തലത്തിൽ വായു ചൂടുപിടിക്കുന്നതാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ഭാഗത്ത് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചറേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അപ്പം 40-ൽ നിന്ന് 30-ലേക്ക് വരുന്ന വായു ചൂടുപിടിച്ചതാണ്. അപ്പം 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള പ്രദേശത്ത് നിന്നും വരുന്ന വായു 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പ്രദേശത്ത് എത്തുമ്പോൾ ഈ പ്രദേശത്ത് 30 ഡിഗ്രി ഉള്ള പ്രദേശത്ത് വായു കൂടുതൽ ചൂടുപിടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചൂടുപിടിച്ച വായു ചൂട് കാറ്റാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഈ കാറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടുത്തെ അന്തരീക്ഷ താപനില വർദ്ധിക്കാനിടയാകുന്നു. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് വീശിയെത്തുന്ന കാറ്റ് ആ കാറ്റിലെ വായുവിൻ്റെ താപനില വന്നു ചേരുന്ന പ്രദേശത്തെ താപനില കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഒരുപക്ഷെ കുറഞ്ഞ താപനിലയിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ അത് കുറയ്ക്കും. കൂടിയ താപനിലയുള്ള പ്രദേശത്ത് നിന്നുമാണ് അത് വരുന്നതെങ്കിൽ ആ വന്നു ചേരുന്ന പ്രദേശത്തെ താപനില വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരശ്ചീന തലത്തിൽ സഞ്ചരിക്കുന്ന വായു ഒരു പ്രദേശത്തെ താപനിലയെ സ്വാധീനിക്കുന്നു. അങ്ങനെ തിരശ്ചീന തലത്തിൽ വായു ചൂടുപിടിക്കുന്ന പ്രക്രിയയാണ് നമുക്ക് അഭിവഹനം അഥവാ അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഇവിടെ ഭൗമവികിരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ സൗരകിരണങ്ങൾ ഹ്രസ്വതരംഗ രൂപത്തിലാണ്, ഷോർട്ട് വേവ്സ് ആണ്. അതിന് അന്തരീക്ഷ വായുവിനെ ചൂടുപിടിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് നേരെ ഭൂമിയിലേക്ക് വരികയും ഭൂമിയുടെ ഉപരിതലത്തെ ചൂടുപിടിപ്പിക്കുകയും അങ്ങനെ ഉപരിതലം സ്വീകരിക്കുന്ന താപത്തെ അത് റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യും.
അങ്ങനെ റേഡിയേറ്റ് ചെയ്ത് പോകുന്ന കിരണങ്ങളാണ് അല്ലെങ്കിൽ എനർജിയാണ് ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് ദീർഘതരംഗ രൂപത്തിലാണ്. ദീർഘതരംഗ രൂപത്തിൽ അഥവാ ലോങ് വേവ്സ് ആയിട്ടാണ് ഇത് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഭൗമോപരിതലം സ്വീകരിച്ച താപം അത് കുറച്ച് സ്വതന്ത്രമാക്കപ്പെടുന്നു, അത് റേഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന റേഡിയേറ്റ് ചെയ്ത് പോകുന്ന ഈ എനർജിയെയാണ്, അത് ലോങ് വേവ്സ് ആയിട്ടാണ് പോകുന്നത്. ഇത്തരം റേസിനെയാണ് നമ്മൾ പറയുന്നത് ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഭൗമവികിരണം രാത്രികാലങ്ങളിലാണ് കൂടുതലും സംഭവിക്കുക, എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സൗരവികിരണവും ഭൗമവികിരണവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വൈ ഡസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്. രാത്രിയിലാണ് അധികം നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്തുകൊണ്ടെന്ന് പറയാം. പകൽ സമയത്ത് ഇൻസുലേഷൻ വരുന്നത്, സൂര്യൻ പകല് ഉദിച്ചു നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഹ്രസ്വതരംഗ രൂപത്തിൽ ഭൂമിയിലേക്ക് സൗരകിരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും ഈ സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പകൽ സമയത്ത് സൗരകിരണമേറ്റ് ചൂട് പിടിച്ച ഭൂമിയുടെ ഉപരിതലം ആ ചൂടിനെ സ്വതന്ത്രമാക്കുക, റേഡിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ചെയ്യാൻ കഴിയുന്നത് രാത്രികാലങ്ങളിൽ ഭൂമി സ്വീകരിച്ച ചൂടിനെ സ്വതന്ത്രമാക്കിക്കൊണ്ടേയിരിക്കും. ഇത് ഏതാണ്ട് വെളുപ്പാങ്കാലം വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ പകൽ സമയത്ത് ഇൻസുലേഷനും രാത്രികാലങ്ങളിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ കൂടുതലായി നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അത് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ഷോർട്ട് വേവ്സ്, ദ ഇൻകമിങ് ഷോർട്ട് വേവ്സ്, ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻ. അങ്ങനെ നമുക്ക് ചുരുക്കി പറയാം. ഇൻസുലേഷൻ, ഇൻകമിങ് സോളാർ റേഡിയേഷൻ. അതിൻ്റെ ചുരുക്കഭാഗം ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഭൂമിയിലേക്ക് വരുന്ന സൗരകിരണങ്ങൾ. അത് ഷോർട്ട് വേവ്സ് ആണ്. അതിന് അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കാനുള്ള കഴിവ് ഇല്ല. ഇനി രണ്ടാമത് പറഞ്ഞ ടെറസ്ട്രിയൽ റേഡിയേഷൻ പറഞ്ഞതല്ലോ, ഭൂമിയുടെ ഉപരിതലം സ്വീകരിച്ച താപത്തെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ്. അത് ദീർഘതരംഗ രൂപത്തിൽ ലോങ് വേവ്സ് ആയിട്ടാണ് അത് മടങ്ങിപ്പോകുന്നത്. അത് രാത്രിയും സംഭവിക്കുന്നു. ഇൻസുലേഷൻ പകൽ മാത്രമേ ഉള്ളൂ, ടെറസ്ട്രിയൽ റേഡിയേഷൻ പകലും രാത്രിയുമുണ്ട്. എന്നാൽ രാത്രിയിലാണ് കൂടുതലും. ടെറസ്ട്രിയൽ റേഡിയേഷൻ്റെ അതായത് ഭൂമിയുടെ ഉപരിതലം സ്വീകരിച്ച താപം കൂടുതലും മടങ്ങിപ്പോകുന്നത് രാത്രിയാണ്. പകൽ അത് എന്തുകൊണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പകൽ സമയത്ത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു പദം പരിചയപ്പെടാം. ഹീറ്റ് ബഡ്ജറ്റ് അഥവാ താപസന്തുലനം. എന്താണ് ഈ ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ഒരു സന്തുലനം, ഒരു ബാലൻസാണ്. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റ് ആണെങ്കിലോ ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന സൗരകിരണങ്ങളുടെ ഒരു സന്തുലനത്തെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ താപസന്തുലനം എന്ന് പറയുന്നത്. ചിത്രത്തിൽ താപസന്തുലനത്തെ വിശദീകരിക്കുക. ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൗരകിരണങ്ങൾ അഥവാ ഇൻസുലേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചിത്രത്തിൽ ഭൂമിയിലേക്ക് വരുന്ന, നമ്മൾ ഈ സൂര്യനിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഇൻസുലേഷന് ഒരു 100 യൂണിറ്റ് അല്ലെങ്കിൽ 100% നമ്മൾ കണക്കാക്കാം.
ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഇൻസുലേഷനെ 100 യൂണിറ്റ് അല്ലെങ്കിൽ 100% നമുക്ക് കണക്കാക്കിയാൽ ആ 100 യൂണിറ്റിൽ അല്ലെങ്കിൽ 100%ൻ്റെ 35%, ഇവിടെ കാണാൻ കഴിയും 35% ഈ എനർജി അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഇനി ഇവിടെ കാണാൻ കഴിയുന്നത് 14% അന്തരീക്ഷത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും ക്ലൗഡ്സും മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുകയാണ്. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന പൊടിപടലങ്ങളും മേഘങ്ങളുമെല്ലാം അതിനെ ആഗിരണം ചെയ്യുന്നു 14%. അവശേഷിക്കുന്ന അല്ലെങ്കിൽ ശേഷിക്കുന്ന 51%, the remaining 51% of the energy or insulation is absorbed by the surface of the earth. ഭൂമിയുടെ ഉപരിതലം സ്വീകരിക്കുക. 100 യൂണിറ്റ് അല്ലെങ്കിൽ 100% എനർജിയാണ് അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതെങ്കിലും ഭൂമിയുടെ സർഫസിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിപ്പെടുന്നത് കേവലം 51 യൂണിറ്റ് മാത്രമാണ്. നമ്മൾ കാണാൻ കഴിയും ദ അബ്സർബ്ഡ് ബൈ ദി എർത്ത് സർഫസ് 51% അല്ലെങ്കിൽ 51 യൂണിറ്റ്, അതാണ് ഭൂമിയുടെ ഉപരിതലം സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു കണക്കുണ്ട്. 51, 14, 35 ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 100% അല്ലെങ്കിൽ 100 യൂണിറ്റായി. ഇനി ഇത് നമ്മൾ പറഞ്ഞു താപസന്തുലനം എന്ന് പറയുന്നത് ഇൻസുലേഷൻ അല്ലെങ്കിൽ ഇൻകമിങ് എനർജിയും ഔട്ട് ഗോയിങ് എനർജിയും അല്ലേ, ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകമിങ് എനർജി ആൻഡ് ഔട്ട് ഗോയിങ് എനർജി, അല്ലെങ്കിൽ ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇൻസുലേഷൻ്റെ 100 യൂണിറ്റ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലൊരു കാര്യമുണ്ട്, 100 യൂണിറ്റ് അന്തരീക്ഷത്തിൽ പ്രവേശിച്ചെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിൽ 51 യൂണിറ്റ് എത്തുന്നുള്ളൂ. ബാക്കി 49 യൂണിറ്റിന് എന്ത് സംഭവിച്ചു? അത് 35 യൂണിറ്റ് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ റിഫ്ലക്ഷൻ വിധേയമായിട്ടുണ്ട്. അത് നമ്മളിവിടെ സൂചിപ്പിക്കണം. അതിൻ്റെ ഒരു ബഡ്ജറ്റിൽ എഴുതുമ്പോൾ, അവൻ്റെ ഔട്ട് ഗോയിങ്ങിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ എഴുതുമ്പോഴേക്കും ഇതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം അന്തരീക്ഷത്തിൽ വെച്ച് മടങ്ങിപ്പോയ 35%, 100 യൂണിറ്റ് പ്രവേശിച്ചെങ്കിൽ 35 പോയി കഴിഞ്ഞു. ഇനി രണ്ടാമത് നമുക്ക് പറയാൻ കഴിയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെത്തിയ 51 യൂണിറ്റ് എനർജി അല്ലെങ്കിൽ 51% എനർജി ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് മടങ്ങിപ്പോകുന്ന വഴിയിൽ 34% അല്ലെങ്കിൽ 34 യൂണിറ്റ് ഓഫ് എനർജി is absorbed by the clouds and dust particles present in the atmosphere. അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ക്ലൗഡ്സും അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ കൂടി 34 യൂണിറ്റിനെ അല്ലെങ്കിൽ 34% ഈ മേഘങ്ങളെ അബ്സർവ് ചെയ്യാൻ അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ 14 എടുത്തു, അങ്ങോട്ട് പോയപ്പോൾ 34 എടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, 34 + 14 48 യൂണിറ്റ്. ഈ 48 യൂണിറ്റ് പിന്നെ എന്താ ചെയ്യുക? ഇവിടെ നിന്നാണ് മടങ്ങിപ്പോകുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നും മേഘങ്ങളിൽ നിന്നും ഇത് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ബാലൻസ് അവശേഷിക്കുന്ന 17 യൂണിറ്റ് അല്ലെങ്കിൽ 17%, 17% അല്ലെങ്കിൽ 17 യൂണിറ്റ് ഓഫ് ടെറസ്ട്രിയൽ റേഡിയേഷൻ വിൽ ഗോ ബാക്ക് ഡയറക്റ്റ്ലി ആസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന പേരിൽ അത് നേരിട്ട് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ 17% നേരിട്ട് മടങ്ങിപ്പോകുന്നു, 34% മേഘങ്ങൾ അബ്സർവ് ചെയ്യുന്നു. അങ്ങനെ മേഘങ്ങൾ അബ്സർവ് ചെയ്യുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ്റെ 34%വും ഇൻസുലേഷൻ്റെ 14%വും കൂടി ചേർത്ത് 48% അല്ലെങ്കിൽ 48 യൂണിറ്റ് മേഘങ്ങളിൽ നിന്നുമാണ് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയും 34 + 14 48, 48 + 17 65% അല്ലേ. 34, 14, 48, 17, 65% അല്ലെങ്കിൽ 65 യൂണിറ്റ് ഓഫ് എനർജി ഇവിടെ ഇത്രയായി കഴിയും. ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് പോയ 35. അപ്പോൾ 65 + 35 അങ്ങനെ 100 യൂണിറ്റായി. ഇത് നമ്മളൊരു ബഡ്ജറ്റിൻ്റെ രീതിയിൽ ഇതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, താപസന്തുലനം അഥവാ ഹീറ്റ് ബഡ്ജറ്റിനെ നമ്മൾ ഇൻസുലേഷൻ എന്നും ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും ഇങ്ങനെ എഴുതാം. റിഫ്ലക്ഷൻ 35 യൂണിറ്റ്, അബ്സർബ്ഡ് ബൈ ദി
അബ്സർബ്ഡ് ബൈ ദി ക്ലൗഡ്സ് 14 യൂണിറ്റ്, റീച്ചിങ് ദെയർ സർഫസ് 51 യൂണിറ്റ്, അങ്ങനെ ടോട്ടൽ 100 യൂണിറ്റ്. ഇവിടെ ടെറസ്ട്രിയൽ റേഡിയേഷൻ നോക്കാം. റിഫ്ലക്ഷൻ 35 യൂണിറ്റ്, റേഡിയേഷൻ ഫ്രം അറ്റ്മോസ്ഫിയർ 48 യൂണിറ്റ്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് മടങ്ങി പോകുന്നതാണ് 48 യൂണിറ്റ്, ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ 17 യൂണിറ്റ്, അങ്ങനെ ടോട്ടൽ 100 യൂണിറ്റ്. ഇതാണ് താപസന്തുലനം എന്നത്. നമ്മൾ ഒരു ഗണിതീയമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ, അതിനെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്കതിനെ എഴുതാൻ സാധിക്കുക. ഇതിന് വ്യത്യസ്തമായ രീതിയിലാണ് പാഠപുസ്തകത്തിൽ അത് കൊടുത്തിട്ടുള്ളത്. പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് 65 യൂണിറ്റിൻ്റെ ബേസ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് സ്വീകരിക്കണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം, അഥവാ ഇതാണ് സ്വീകരിക്കേണ്ടത്. നമ്മളൊരു കണക്ക് പറയുമ്പോൾ 100 യൂണിറ്റിൽ പറയണം അല്ലെങ്കിൽ 100% പറയണം എന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു രീതി സ്വീകരിച്ചത്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. 2 പദങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. മിനിമം ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ. നമ്മൾ ദിവസവും വാർത്തയിൽ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ കേൾക്കുന്ന 2 പദങ്ങളാണ്. തിരുവനന്തപുരത്തെ കൂടിയ താപനില, കുറഞ്ഞ താപനില. കോഴിക്കോട് കുറഞ്ഞ താപനില, കൂടിയ താപനില. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഒരു ദിവസം അന്തരീക്ഷത്തിൽ മിനിമം ടെമ്പറേച്ചർ എപ്പോഴാണ് രേഖപ്പെടുത്തുന്നത്? സൂര്യോദയത്തിന് തൊട്ട് മുൻപാണ്. സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് രേഖപ്പെടുത്തുന്ന അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ് ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ. ഇനി മാക്സിമം ടെമ്പറേച്ചർ എങ്ങനെയാണ്? അത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ നമുക്കറിയാം എന്താ, 2 മണി, ഉച്ചയ്ക്ക് 12 മണിക്കല്ലേ സൂര്യൻ ലംബമായി പതിക്കുന്നത്, അപ്പോഴല്ലേ നമുക്ക് വെർട്ടിക്കൽ റൈസ് കിട്ടുന്നത്, അപ്പോഴായിരിക്കത്തില്ലേ മാക്സിമം ചൂട് കിട്ടേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളെ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഇൻസുലേഷനിലൂടെ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന പ്രക്രിയയിലൂടെ. അപ്പം 12 മണി സമയത്ത് വെർട്ടിക്കലായിട്ട് ലംബമായി സൂര്യപ്രകാശം പതിക്കുന്ന 12 മണിക്ക് ഭൂമിയിൽ ഇറങ്ങിയെത്തുന്ന സൗരകിരണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് ഉപരിതലത്തെ ചൂടുപിടിപ്പിച്ച് കൺവെക്ഷനിലൂടെ അതിങ്ങനെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ വായുവിലേക്ക്, വായു തന്മാത്രകളെ ചൂടുപിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും 2 മണിയോളമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ കണ്ടക്ഷൻ്റെയും കൺവെക്ഷൻ്റെയും ആകെത്തുകയാണല്ലോ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷനിലൂടെ മടങ്ങി പോവുകയാണല്ലോ. അപ്പോൾ ഈ കൺവെക്ഷൻ പ്രോസസ്സിലൂടെ ഈ താപം അന്തരീക്ഷ വായുവിലേക്ക് വ്യാപിക്കുന്നത് ഏകദേശം 2 മണിയോടുകൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ 2 മണിയെന്ന് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ 2 പദങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ 2 പദവും നമുക്ക് ആദ്യം മലയാളത്തിൽ പരിചയപ്പെടാം, പിന്നെ ഇംഗ്ലീഷിലേക്ക് പോകാം. ദൈനിക താപാന്തരം ആൻഡ് ഇംഗ്ലീഷ് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഡ്യൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒരു സ്ഥലത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന മാക്സിമം ടെമ്പറേച്ചറിൻ്റെയും മിനിമം ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസാണ്. അതായത് കൂടിയ താപനിലയുടെയും കുറഞ്ഞ താപനിലയുടെയും ഡിഫറൻസിനെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഇത് കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ മാത്രം മതി. ഇവിടെ നോക്കുക, മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദി ഡേ. അപ്പോൾ കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറയ്ക്കുമ്പോൾ ആ ദിവസത്തെ, ആ പ്രദേശത്തെ ദൈനിക താപാന്തരം അഥവാ ഡ്യൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണക്കാക്കാം. ഇനി മറ്റൊരു പദം നമുക്കിവിടെ പരിചയപ്പെടേണ്ടതുണ്ട്. ഡെയിലി മീൻ ടെമ്പറേച്ചർ. അവിടെ കൊടുത്തിട്ടുണ്ട് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന മാക്സിമം ടെമ്പറേച്ചറിൻ്റെയും മിനിമം ടെമ്പറേച്ചറിൻ്റെയും ശരാശരിയെയാണ് പറയുന്നത് ദൈനിക ശരാശരി താപനില അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇത് കണക്കാക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും കൂട്ടിയെടുക്കുന്നു.
അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ദൈനിക ശരാശരി താപനില. അപ്പം നമ്മൾ ഇവിടെ ഒരു പിന്നെ നമുക്കൊരു ചിത്രത്തിലേക്ക് വരാം. കേരളത്തിലെയാണ്. കേരളത്തിലെ 2 സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് കൊച്ചി. തിരുവനന്തപുരത്തെ മാക്സിമം ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ്, മിനിമം ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചിയിൽ മാക്സിമം ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ്, മിനിമം ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസ്. ഈ 2 സ്ഥലങ്ങളുടെയും ഡെയിലി മീൻ ടെമ്പറേച്ചറും ഡിയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയുടെയും ശരാശരിയാണല്ലോ ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇവിടെ 33 മാക്സിമം, 28 ഡിഗ്രി സെൽഷ്യസ് മിനിമം, ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ 30.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഡിയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറയ്ക്കുമ്പോൾ, ഇവിടെ നോക്കാം 33 ഡിഗ്രി സെൽഷ്യസാണ്. ഇവിടെ 33 ഡിഗ്രി സെൽഷ്യസ് കൂടിയത്, 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത്. അപ്പോൾ 33 ഡിഗ്രിയിൽ നിന്നും 28 ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്ക് 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അതാണ് തിരുവനന്തപുരത്തെ ഡിയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം. അതുപോലെ തന്നെയാണ് കൊച്ചിയിൽ. കൊച്ചിയിൽ ഇവിടെ കൊടുത്തത് 32 ഡിഗ്രി സെൽഷ്യസ്, 26 ഡിഗ്രി സെൽഷ്യസ്. 32 ഡിഗ്രി പ്ലസ് 26 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 കണക്ക് കൂട്ടിയപ്പോൾ 29 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ അഥവാ ശരാശരി താപനില, അതായത് ദൈനംദിന ശരാശരി താപനില. ഇവിടുത്തെ ഡിയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ കണക്കാക്കിയിരിക്കുന്നു നോക്കാം. 32 ഡിഗ്രി സെൽഷ്യസ് കൂടിയത് മൈനസ് 26 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത്. ഇതിൽ നിന്ന് 32ൽ നിന്ന് 26 കുറച്ചപ്പോൾ 6 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിലെ ഡിയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇന്ന് പറഞ്ഞ ആശയങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.